തുടങ്ങട്ടെ ഞാൻ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തത്സത്. ജയ ഗുരു. പ്രേക്ഷകരെ, ഞാൻ പതിവ് പോലെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമുക്ക് ഒന്നിച്ച് ഒരു 3 തവണ ആ വിശേഷപ്പെട്ട ഓംകാരം ജപിക്കണം. പവിത്രവും അത്യന്ത ഫലദായകവുമാണ് ഈ ഓംകാരം. ശരീരത്തിൻ്റെ ആരോഗ്യം പൊതുവെ എന്നല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കുന്നതാണത്രേ ഓംകാരധ്വനി. അമേരിക്കൻ കാർഡിയോളജിസ്റ്റ് പറയുകയാണത്, ഞാൻ കേട്ടു. നിങ്ങളെല്ലാവരും കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരിക്കൂ. കണ്ണടയ്ക്കുക. എന്നിട്ട് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതിൽ പ്രധാനം, ഈ ജപം ഭൂമി മുഴുവനും വ്യാപിച്ച് എല്ലാ ചരാചരങ്ങൾക്കും ഒരനുഗ്രഹം അരുളണം എന്ന് വിചാരിച്ചു വേണം ഇത് ജപിക്കാൻ. അവിടെയാണ് നിങ്ങളുടെ തപസ്സും സാധനയും വികാസവും വളർച്ചയുമൊക്കെ. 3 തവണ. ഓ എല്ലാവരും നല്ലോണം ജപിച്ചില്ലേ? നന്നായി. ഹരി ഓം തത്സത്. അതിപവിത്രമായ ഭൂമിയുടെ സത്സന്താനങ്ങളെ, സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, ഒരു വിശേഷപ്പെട്ട പരിപാടിയാണ് ഇന്ന് പരിസമാപിക്കുന്നത്. ഇന്ത്യൻ യോഗ അസോസിയേഷൻ അതിൻ്റെ കേരള അധ്യായം ഓൺലൈൻ ഗുരുകുലം ജൂൺ മാസം 16-ാം തീയതി മുതൽ ഇന്നത്തെ അടക്കം 15 ദിവസം നടത്തുകയാണ്. എന്താ ഞാൻ പറയുക, ഇത് വലിയ ഒരവസരമാണ് ഇതിൽ പങ്കെടുക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും. അതുമാത്രമല്ല, അത് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ നടത്താനുള്ളവർ സ്വതവേ വളരെ കുറയും. അവർക്ക് നടത്താനുള്ള സന്ദർഭങ്ങളും അപൂർവമാവും. അവിടെ അത് എണ്ണമോ എത്രയോ എന്നുള്ളതല്ല അവിടെ ചോദ്യം.
സത്കാര്യം ചെയ്യുന്നുണ്ടോ എന്നതാണ് അവിടെ ചോദ്യം. ഇതിപ്പോൾ ഡോക്ടർ ശ്രീമതി ലക്ഷ്മി കുമാരി, ശ്രീമാൻ സുധാകർ എന്ന് തുടങ്ങി പലരുമാണ് ഇതിന് അരയും തലയും മുറുക്കി പ്രയത്നിച്ച് ഈ പരിപാടി ഭംഗിയായി നടത്തിയിട്ടുള്ളത്. അതിൽ അവസാനത്തെ ദിവസം എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷിലാവും സംസാരം എന്നാണ് കണക്കാക്കിയത്. പക്ഷേ എന്നോട് പറഞ്ഞത് മലയാളത്തിൽ സംസാരിക്കണമെന്നാണ്. എൻ്റെ ശിഷ്യൻ സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥൻ ഇതിനു മുമ്പ് ഇംഗ്ലീഷിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് കേരളക്കാർ മാത്രമേ ഇത് കേൾക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കേരളക്കാരെ ഉദ്ദേശിച്ചാണ് എന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ സ്വതവേ ഞാൻ കേരളത്തിൽ സംസാരിക്കുമ്പോൾ മലയാളത്തിലേ സംസാരിക്കാൻ ഇഷ്ടപ്പെടാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ കേരളം എന്നൊരു അതിർത്തി കെട്ടി പറയാൻ പറ്റില്ലല്ലോ. ഓൺലൈൻ പ്രോഗ്രാമാണ്. ഭൂമണ്ഡലത്തിൽ എവിടെയുള്ളവർക്കും വാസ്തവത്തിൽ ഇത് വേണ്ടതുപോലെ കാണാനും കേൾക്കാനും പറ്റും, അവർ പരിശ്രമിച്ചാൽ. അപ്പം അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നത് ഒരു തരത്തിലുള്ള ചുരുക്കമാവില്ലേ? അങ്ങനെ ഒരു പരിഗണനയേ ഉള്ളൂ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മുടെ ലക്ഷ്മി കുമാരിയും കൂട്ടരുമായിട്ട് നടത്തുന്നു എന്നുള്ളത്. അവരെ ഞാൻ എല്ലാവിധത്തിലും അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല, മനസ്സ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതേമാതിരിയുള്ള പരിപാടികൾ ഇനിയുള്ള കാലത്തും നിങ്ങൾക്ക് എല്ലാവർക്കും നടത്താനും ഇത് കേട്ട് പ്രയോജനമുണ്ടായവർക്ക് നടത്തണം എന്നൊരു തോന്നലുണ്ടാകാനും വേണ്ടിയുള്ള മനസ്സും അതിൻ്റെ വികാസവും വേണ്ടത്ര ഉണ്ടാവട്ടെ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം യോഗാഭ്യാസം നിത്യജീവിതത്തിൽ എന്നാണ്. യോഗാഭ്യാസം നിത്യജീവിതത്തിൽ നിന്ന് നമ്മളെന്നും ജീവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം നിത്യമാണ്. പിറന്നതിന് ശേഷം ശരീരം വീഴുന്നത് വരെ ഓരോ ദിവസവും എല്ലാ ദിവസവും നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ജീവിതം നിത്യമാണ്. ആ നിത്യജീവിതത്തിൽ യോഗാഭ്യാസത്തിനുള്ള സ്ഥാനവും മഹിമയും പ്രയോജനവും ഫലവും നേട്ടവും സ്വാധീനവും എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ എപ്പോഴെങ്കിലും സ്കൂളുകൾ അടച്ചുപൂട്ടാൻ പറ്റുമോ? പറ്റില്ല. പാഠശാലകൾ നിർത്താൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? പുതിയ കുട്ടികൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും. പുതിയ കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് ഹരിശ്രീ മുതൽക്ക് ആദ്യം പഠിപ്പിക്കണം. അതുപോലെ ഈ യോഗാഭ്യാസവും പുതിയതായി ജനിച്ചു വരുന്ന കുട്ടികൾക്ക് അവർ വളർന്നു വരുമ്പോൾ, കുട്ടികളെ ശ്രദ്ധിക്കൂ, യോഗാഭ്യാസമോ നിത്യജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്തിനാണ് ഈ യോഗാഭ്യാസം? വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ തന്നെ വ്യക്തിത്വമുണ്ടല്ലോ, പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയെ സമഞ്ജസമാക്കി, സമ്പുഷ്ടമാക്കി, സുശക്തമാക്കി, ബലിഷ്ഠമാക്കി, കാര്യക്ഷമമാക്കി ഏത് സന്ദർഭത്തിലും എവിടെയും എക്കാലത്തും ഏത് ചുറ്റുപാടിലും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ അതിന് യോഗാഭ്യാസം അത്യാവശ്യമാണ്. എന്താ ഈ യോഗാഭ്യാസം അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം? നമ്മുടെ മനുഷ്യ വ്യക്തിത്വം തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റി ഉണ്ട്, മനുഷ്യ വ്യക്തിത്വം. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ വ്യക്തിത്വം എന്താണ്, എങ്ങനെയാണ്, എവിടെയാണെന്ന്? കവിഞ്ഞത് നിങ്ങൾക്ക് പറയാം ഒരു ശരീരമുണ്ടെന്ന്, അത്രേ പറയുള്ളൂ. എനിക്ക് ശരീരമുണ്ട്, 2 കണ്ണ്, 1 മൂക്ക്, 2 തൊള, 2 ചെവി, 2 കയ്യ്, 2 കാല്, വായ, ഇതൊക്കെ ഉണ്ടെന്നേ നിങ്ങൾ പറയുള്ളൂ. ശരീരത്തിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഡോക്ടറുടെ അടുക്കലേക്ക് പോകണം. ശരീരം നമ്മുടെയാ, പറഞ്ഞു തരാനുള്ള ആൾക്കാർ ഡോക്ടറാ. ഇതെങ്ങനെയാണ് ശരിയാവുക? നമ്മുടെ ശരീരത്തെ പറ്റി നമുക്കറിയണ്ടേ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ശരീരത്തിനെ പറ്റി മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. എന്നാലോ ഊണ് കഴിക്കാനും വെള്ളം കുടിക്കാനും വസ്ത്രം ധരിക്കാനും എൻ്റെ അപ്പ എന്ത് പരാക്രമമാണ് ഓരോരുത്തർക്കും. ഈ ഊണ് കഴിച്ച് വസ്ത്രം ധരിച്ചാൽ ശരീരത്തിന് ആരോഗ്യം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരോഗ്യം മാത്രമല്ല, പ്രവർത്തനക്ഷമത കിട്ടണം. അത് സാധ്യമാണോ? സാധ്യമാവില്ല.
അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, യോഗാഭ്യാസത്തിൻ്റെ ആവശ്യകത ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ അവനവനുള്ള മനുഷ്യ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ വ്യക്തിത്വം ഒരു സംഘാതമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോമ്പോസിറ്റ് ആണെന്ന് പറയും. അത് ഒന്നല്ല, ഒരു സംഘാതമാണ്. സംഘാതം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഇനങ്ങൾ കൂടിച്ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഘടന എന്ന് വരെ പറയാം. ആ സംഘാതത്തിൽ നാം കാണുന്ന ഈ സ്ഥൂല ശരീരമുണ്ടല്ലോ, ഈ സ്ഥൂല ശരീരം അതിൻ്റെ ബാഹ്യമായ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. ഇത് ഞാൻ എത്ര തവണ പറയണമെന്നാണ് ആലോചിക്കുന്നത്. നിങ്ങൾക്കുള്ള ശരീരം അമ്മ പെറ്റ ശരീരം, വളർത്തിയ ശരീരം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബാഹ്യമായ സ്ഥൂല അംഗം മാത്രമേ ആവുന്നുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ശരീരം തികച്ചും ജഡമാണ്. അതിൽ ചേതനാംശമില്ല. അത് വെറും ദ്രവ്യം കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ ഭൂമിയുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, ആകാശമുണ്ട്, അഗ്നിയുണ്ട്. ഇവയ്ക്ക് എന്തിനെങ്കിലും ഇവയെ സചേതനം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ജീവാംശമോ ചേതനാംശമോ അതിലുണ്ടോ? ഇല്ല. അതാണ് അതിനെ അചേതനം, ജഡം എന്ന് പറയുന്നത്. എന്നാൽ ഈ ശരീരം ജഡമാണെങ്കിൽ എങ്ങനെ നാം ജീവിക്കണു? അതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് എന്താ? ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സാന്നിധ്യമാണ്, ഒരു ഘടകമാണ്. ആ ഉൾ സാന്നിധ്യത്തെ പറ്റി മനസ്സിലാക്കാനാണ് ഉൾവ്യക്തിത്വം എന്ന് പറയുന്നത്. ശരീരം ബാഹ്യമായ വ്യക്തിത്വമാണ്, സ്ഥൂലമാണത്, ജഡമാണ്. അതിന് സ്വയം പ്രവർത്തനശേഷിയില്ല. ആ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഉൾവ്യക്തിത്വമാണ്. ഉൾവ്യക്തിത്വത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്നറിയാമോ? മനസ്സ്, ആലോചിക്കുന്നതും മനനം ചെയ്യുന്നതുമായ മനസ്സ്. പിന്നെ ബുദ്ധി, തത്വവിചാരം ചെയ്ത് യുക്തിസഹമായി കാര്യങ്ങൾ പരിശോധിച്ച് നിർണയിക്കുന്നതാണ് ബുദ്ധിയുടെ പ്രാപ്തി. പിന്നെ ഒരു അഹങ്കാരമുണ്ട്, കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ. അങ്ങനെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 ഘടകങ്ങളാണ് ഉൾവ്യക്തിത്വത്തിലുള്ളത്. ഈ ഉൾവ്യക്തിത്വം ചേതനാത്മകമാണ്. ആ ചേതനാത്മകമായ ഉൾവ്യക്തിത്വമാണ് നമ്മുടെ ബാഹ്യമായ ഈ ശരീരത്തെ എന്ത് കാര്യത്തിലും പ്രവർത്തിപ്പിക്കുന്നത്. കണ്ണടച്ച് തുറക്കുന്നുണ്ടെങ്കിൽ, വിരലനക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുണ്ടെങ്കിൽ, ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടെങ്കിൽ, രക്തസഞ്ചാരം നടക്കുന്നുണ്ടെങ്കിൽ, എന്ത് കാര്യത്തിനും എപ്പോഴും ഈ ജഡമായ ശരീരത്തെ സജീവമായി ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ഉൾവ്യക്തിത്വം, ചേതനാത്മകമായ ഉൾവ്യക്തിത്വമാണ്. അങ്ങനെ വരുന്ന ഈ സംഘാതത്തിൽ ശരീരത്തിനുള്ളതുപോലെ സമ്പുഷ്ടി നമുക്ക് ഉൾവ്യക്തിത്വത്തിനും വേണം. ശരീരത്തിനുള്ള സമ്പുഷ്ടി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ യോഗാഭ്യാസത്തിൻ്റെ ആവശ്യം വരുന്നത്. ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തി നിർത്തുന്നതാണ് യോഗാഭ്യാസങ്ങളും മുദ്രകളും യോഗാസനങ്ങളും എല്ലാം തന്നെ. അവയെല്ലാം ശരീരം കൊണ്ട് ചെയ്യുന്നതാണ്. ശരീരം കൊണ്ട്, ശരീരമല്ലാതെ വേറെ ഒന്നും ഒരാസനത്തിലും ഒരു മുദ്രയിലും ഉള്ളടങ്ങുന്നില്ല. നിങ്ങളൊരു ജിംനേഷ്യത്തിൽ ചെന്നു, ഒരു വ്യായാമ കേന്ദ്രത്തിൽ ചെന്നു, അവിടെ പല വിധത്തിലുള്ള ബാറും തോറും ഒക്കെ ഉണ്ടാവും. അവിടെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഓരോ എക്സസൈസ്, വ്യായാമം എടുക്കുന്നത്. എന്നാൽ യോഗാസനം എന്ന് പറയുമ്പോൾ ആ 2 വാക്കും ശ്രദ്ധിക്കണം. യോഗം, ആസനം എന്ന് 2 എണ്ണമാണ്. ഒക്കെ ആസനങ്ങളാണ്. ശരീരത്തിൻ്റെ അംഗങ്ങളെ കൊണ്ട് തന്നെ ആ അംഗങ്ങളെ വിവിധ തരത്തിൽ പ്രയോഗിച്ച് ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് സർവ്വ ആസനങ്ങളും അഭ്യാസങ്ങളും. ആസനങ്ങൾ കുറേ അധികമുണ്ട്. പേര് പറഞ്ഞാൽ പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല, അത്ര അധികം ആസനങ്ങളുണ്ട്. എല്ലാം അറിയുന്നവരുണ്ടോ എന്ന് തന്നെ സംശയവുമാണ്. ഇത്ര അധികം ആസനങ്ങൾ നമ്മുടെ ഒരേ ശരീരം കൊണ്ട് 2 കാലും 2 കൈയും 1 തലയും 1 മാറും ഒക്കെയുള്ള ശരീരം കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ആ ആസനത്തിൻ്റെ പ്രത്യേകത, ഓരോ ആസനവും എടുത്ത് അതിൽ സാധാരണ ഇരിക്കുന്നത് പോലെ ഇരിക്കണം. വ്യായാമങ്ങളൊക്കെ ഇങ്ങനെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ ഇറക്കുന്നതാണ്. അതിൽ ചലനങ്ങളാണ്. ഇത് ചലനമല്ല. ശരീരത്തിൻ്റെ അംഗങ്ങളെ വിവിധ സ്ഥാനങ്ങളിൽ വിവിധ രൂപത്തിൽ കോർത്തും കോർക്കാതെയും പിടിച്ചു നിർത്തി അതിലെ
ഒരു കസേരയിലോ നിലത്തോ ചമ്രം പടിഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കുക എന്നാണ്. എത്ര നേരം സാധാരണ ആസനങ്ങളൊക്കെ എടുക്കണത് 3 ശ്വാസമാണ് അത് എടുക്കുക. 1, 2 ഇങ്ങനെ 3 എണ്ണം. അതുവരെ അനങ്ങാതെ ഓരോ ആസനത്തിലും ഇരിക്കണം. അതാണ് ഈ യോഗാഭ്യാസത്തിൻ്റെ പ്രത്യേകത. സാധാരണ ഈ മസ്കുലർ എക്സസൈസ് ഉണ്ടല്ലോ, ഈ റെസ്ലേഴ്സും അങ്ങനെ ബോക്സിങ്ങൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ എക്സസൈസാണ്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ എക്സസൈസ് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് രോഗം വരെ വരും. യോഗാസനത്തിന് അങ്ങനെയുള്ള കേടുകളൊന്നുമില്ല. അതിൻ്റെ മുദ്രകൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ചെന്ന് കുടല് വരെ അതിന് ആരോഗ്യം നൽകാൻ പറ്റിയ തരത്തിലുള്ള മുദ്രകളും ക്രിയകളുമൊക്കെ ഉണ്ട്. ഇതൊരു വിശേഷപ്പെട്ട ശാസ്ത്രമാണ്. നമ്മുടെ ഭാരതത്തിൽ മാത്രമാണ് ഈ ശാസ്ത്രത്തെ വേണ്ടതുപോലെ നമ്മൾ വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഭാരതത്തിൽ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. ഈ ശരീരത്തിൽ മാംസപേശികൾ എത്ര എണ്ണുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം 639, ഏതാണ്ട് 700 മാംസപേശികളുണ്ട്. 700 എണ്ണം. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇതിൽ ജോയിൻസ് എത്രയുണ്ടെന്നറിയാമോ? സന്ധികൾ 250 മുതൽ 300 സന്ധികൾ വരെയുണ്ട്. ഈ സന്ധികളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്നതാണ്, വലുതും ചെറുതുമായിട്ട്. ഈ 700 മാംസപേശികളെ മുഴുവനും നാം പ്രവർത്തിപ്പിച്ച് അവയ്ക്ക് ആരോഗ്യം നിലനിർത്തി കൊണ്ടുവരണം. അതെങ്ങനെ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമത് ഇത്രയധികം മാംസപേശികൾ ഉണ്ട് എന്ന് അറിയുന്നവരാരാ? അപ്പോൾ ഏറ്റവും നല്ല എക്സസൈസ് എന്താ? നമ്മുടെ ഡോക്ടർമാരൊക്കെ പറയണത് നടക്കുക. നിവർന്ന് 2 കാലിൽ നിന്ന് കൈ വീശി അങ്ങോട്ട് നടക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും എക്സസൈസായി. നിൽക്കുന്നത് തന്നെ ഒരു എക്സസൈസാണ്. ശരീരത്തിന് താങ്ങി നിർത്തണമല്ലോ, ഒന്നിന് മീതെ ഒന്ന്. പിന്നെ സൈക്ലിംഗ് അതുപോലെ ഒരു നല്ല എക്സസൈസാണത്രേ. നീന്തുന്നതും ഇതൊക്കെ ചലനാത്മകമാണ് കൂട്ടരെ. നമ്മുടെ യോഗാസനങ്ങൾ ചലനമല്ല, നിശ്ചലാത്മകമാണത്. ഓരോ ആസനത്തിലും നമുക്ക് 3 ശ്വാസം മിണ്ടാതെ ഇരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ അരയ്ക്ക് മേപ്പെട്ട് മുഖ്യമായിട്ടുള്ള 20 ജോയിൻസ് ഉണ്ട്. അരയ്ക്ക് താഴെ 16 ജോയിൻസും ഉണ്ട്. അപ്പം ബാക്കിയുള്ളത് മുഴുവൻ വിട്ടുകളയൂ. 300 സന്ധികൾ 250 എന്നുള്ളത്. ഈ 20ഉം 16 36 സന്ധികൾ അരക്കെട്ടിന് മുകളിലും അരക്കെട്ടിന് താഴത്തുമായിട്ടുള്ളതുണ്ടല്ലോ, ഇവയ്ക്കെങ്കിലും നിങ്ങളൊരു ചലനം കൊടുക്കണം. ഈ യോഗാസനങ്ങളെല്ലാം അത് ഉദ്ദേശിച്ചിട്ടാണ്. ഈ സന്ധികൾ പ്രവർത്തിക്കാതെ ഇരുന്നു എന്ന് വെച്ചാൽ ഒരു 5 ദിവസം ഈ കൈ മടക്കാതെയും നിവർത്താതെയും ഇരുന്നാൽ ഇത് പിന്നെ മടക്കാനും നിവർത്താനും ബുദ്ധിമുട്ടാവും. ഈ സന്ധികളെല്ലാം തന്നെ ഇളകേണ്ടതാണ്. അപ്പോൾ അവയ്ക്ക് ആരോഗ്യം ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവയെ മുഴുവനും വേണ്ടതുപോലെ പ്രവർത്തിപ്പിച്ച് ആ സന്ധികളിൽ നിന്നൊരു സെക്രീഷൻ, ഒരു ദ്രാവകം പുറത്തേക്ക് വരും. ആ ദ്രാവകം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ നമുക്ക് വളരെ സുഖവും സന്തോഷവും തോന്നും. ശരീരം കൊണ്ട് തന്നെ നമുക്ക് സന്തോഷം തോന്നും, മനസ്സുകൊണ്ടല്ല. ഈ യോഗാഭ്യാസത്തിനുള്ളൊരു വിശേഷം എന്താ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് സീറ്റഡ്നെസ് ഇൻ എവരി പോസ്. ഓരോ ആസനങ്ങളും എടുത്ത ആസനം എന്നാണ് അതിന് പറയുക. ആസനം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മൾ ഇരിക്കേണ്ട ആ ഇരിപ്പിടത്തിനാണ് ആസനം എന്ന് പറയുക. ഇരിപ്പിടത്തിൽ ഓരോരുത്തരും എന്ത് ചെയ്യും? ചെന്നങ്ങടി ഇരിക്കും. അതേമാതിരി ഒരു ആസനം, ഇപ്പോൾ മയൂരാസനമാണെന്ന് എടുത്തോളൂ, അത് എടുക്കുന്നത് വരെ ചലനം. എന്നിട്ട് ആ 2 കയ്യിൽ ഒരു ഭാഗത്ത് തലയും ഒരു ഭാഗത്ത് ഇപ്പുറവുമായിട്ട് അങ്ങനെ നിൽക്കണം. ഈ യോഗാസനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശരീരത്തിനുള്ളതാണെന്ന് പറഞ്ഞുവല്ലോ. അതേമാതിരി അതിനൊപ്പം മാനസമായിരിക്കുന്ന വ്യായാമങ്ങളും നമ്മൾ എടുക്കണം. നിങ്ങൾ യോഗാസനങ്ങൾ കൊണ്ട് കാര്യം അവസാനിപ്പിച്ചു എന്ന് തോന്നരുത്, അവസാനിക്കും എന്ന് വിചാരിക്കരുത്. ഞാൻ വളരെ കൊല്ലങ്ങൾ മുൻപിൽ കൽക്കത്തയിൽ ഉദ്യോഗം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ യോഗാസനത്തിൽ താല്പര്യം വന്നത്. എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ച് വളരെ തീവ്രമായി ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ
തന്നെത്താൻ എനിക്ക് ശീർഷാസനം വേണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ശീർഷാസനമാണ് എൻ്റെ മുഖ്യമായ ആസനം. ആ ശീർഷാസനം ഒരു ദിവസം ഞാൻ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നിൽക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ അതിൽ ധ്യാനിച്ചിട്ടുമുണ്ട്. ശീർഷാസനം കേൾക്കണം നിങ്ങൾ. തലയിൽ നിൽക്കുകയെന്ന്. സാധാരണ നമ്മൾ നിൽക്കുന്നത് കാലിലാണ്. ആ കാലിൽ നിൽക്കുന്ന പ്രകൃതം മാറ്റി തലയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അടിമുടി ഉണ്ടാവുന്ന സ്വാധീനങ്ങൾ, സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന സ്വാധീനങ്ങൾ എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളെല്ലാവരും യോഗാസനങ്ങൾ എടുക്കുന്നത് എടുത്തോളൂ. പക്ഷേ ഈ യോഗാസനം മാനസമായിരിക്കുന്ന വ്യായാമങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു മുന്നോടിയാണെന്ന് മനസ്സിലാക്കണം. ഓരോ ആസനത്തിലും ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ധ്യാനത്തിൻ്റെ ഒരു ഫലമുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചമ്രം പിടിഞ്ഞ് കയ്യൊക്കെ കോർത്തു വെച്ച് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നിശ്ചലമായി മനസ്സിനെയും നിശ്ചലമാക്കാനുള്ള ഒരു പുറപ്പാടാണ് ധ്യാനം. മനസ്സ് നിശ്ചലമായി ശാന്തമായ ധ്യാനം സഫലമായി എന്നർത്ഥം, സമാധിയായി. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ യോഗാസനങ്ങൾ. അപ്പോൾ യോഗാസനങ്ങളുള്ളവർക്ക് എല്ലാവർക്കും മാനസമായിരിക്കുന്ന അഭ്യാസങ്ങളെ പറ്റി കേൾക്കാനും ഗ്രഹിക്കാനും പരിശീലിക്കാനും ഒരു താല്പര്യം സ്വാഭാവികമായും ഉണ്ടാവും. എപ്പോഴാണോ നിങ്ങൾക്ക് ഈ മാനസമായ അഭ്യാസത്തിൽ താല്പര്യമുണ്ടാവുന്നത്, അപ്പോൾ നിങ്ങളുടെ ജീവിതം അധ്യാത്മമായി അങ്ങോട്ട് തുടങ്ങുകയായി, ഉയരുകയായി. ഈ അധ്യാത്മം എന്ന് പറയുന്നത് എന്താ? വെറും ശരീരത്തിൽ നമ്മുടെ പരിശീലനങ്ങൾ ഒതുങ്ങി നിൽക്കാതെ അന്തരംഗത്തിലേക്ക് പ്രവേശിച്ച് മനനം ചെയ്യുന്ന മനസ്സിനെയും ആലോചിക്കുന്ന ബുദ്ധിയെയും ഉൾക്കൊള്ളിച്ച് മനോബുദ്ധി സംസ്കാര സമ്പന്നതയാണ് നാം അധ്യാത്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അധ്യാത്മമാണ് അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചത്. എവിടെ ഉപദേശിച്ചത്? കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഉപദേശിച്ചതാണ്. 13 കൊല്ലം തപസ് ചെയ്ത് പ്രത്യേക തയ്യാറെടുപ്പോടുകൂടി അർജുനൻ കുരുക്ഷേത്രത്തിൽ വന്നു നിന്നു. കൃഷ്ണനാണ് തേരോടിക്കുന്നത്. തേരോടിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇരുപക്ഷത്തിലുള്ള സേനയും സൈന്യ കാഹളം, അവരുടെ കാഹളങ്ങൾ മുഴക്കി കഴിഞ്ഞു. കാഹളങ്ങൾ മുഴക്കി ഇനി അടുത്തുള്ളത് എന്താ? ശരവിസർജനം. ആ സമയത്താണ് അർജുനൻ്റെ മനസ്സിൽ തോന്നിയത്, കൃഷ്ണ എൻ്റെ തേരൊന്ന് തെളിച്ചു കൊണ്ടുപോയി സൗകര്യമുള്ള സ്ഥലത്ത് നിർത്തൂ. ഞാൻ 2 സൈന്യങ്ങളെയും ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. ആരോടുകൂടി യുദ്ധം ചെയ്യണം, എങ്ങനെ യുദ്ധം ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, ഇതൊക്കെ ഒന്ന് എനിക്ക് ആലോചിച്ച് തീരുമാനിക്കാനുണ്ട്. അതുകൊണ്ട് സേനാനിരീക്ഷണത്തിന് വേണ്ടി പറ്റിയ തരത്തിൽ കൊണ്ടുപോയി എൻ്റെ തേര് നിർത്തൂന്ന് ഗാണ്ഡീവം കയ്യിൽ പൊക്കി പിടിച്ചിട്ടാണ് പറഞ്ഞത്. അർജുനൻ അതുപോലെ ഒരു ശാസന കൃഷ്ണന് ഒരു കാലത്തും കൊടുത്തിട്ടില്ല, മുമ്പും ഇല്ല പിന്നെയും ഇല്ല. അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റി. കാരണം തേരാളിയാണല്ലോ. കടിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. കുതിരകൾ വലിച്ചിട്ട് വേണം വണ്ടി നീങ്ങാൻ. കൃഷ്ണൻ മെല്ലെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ടപ്പ് 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 കുതിരകൾ ഓടിയെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി 2 സേനകളുടെയും ഒത്ത നടുക്കിൽ കൊണ്ടുപോയി നിർത്തി. ഇപ്പുറത്ത് നോക്കിയ ഭീഷ്മനും ദ്രോണരും, ഇപ്പുറത്ത് നോക്കിയ അവനവൻ്റെ തൻ്റെ സേനയിലുള്ളവരും. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യയിതാൻ സമവേദാൻ കുരൂനിധി. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. കുരുസേന മുഴുവനും ഇവിടെ സന്നിഹിതമായിരിക്കുന്നു. അർജുന നല്ല പോലെ നോക്കി നിരീക്ഷിച്ചോളൂ. എന്താ കൃഷ്ണൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്? ഇവന് നിരീക്ഷിച്ച് ഈ യുദ്ധം ചെയ്യാനുള്ള മുഴുവൻ തയ്യാറെടുപ്പും കയ്യിലുണ്ടോ? ഗാണ്ഡീവുണ്ട്, പാശുപതാസ്ത്രമുണ്ട് എന്നൊക്കെ വലിയ ജയഭേരി മുഴക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ മനസ്സിൽ തോന്നിയ അർജുനന് ആ യോഗ്യതയൊന്നും പോരാ ഈ മഹാഭാരത യുദ്ധം നടത്താൻ. അപ്പുറത്ത് നിൽക്കുന്നത് ഭീഷ്മനാണ്, ദ്രോണനാണ്, കർണനാണ്. കർണനെ വിടൂ, ഒന്ന് മുത്തശ്ശൻ, പിന്നെ ഒന്ന് തനിക്ക് അസ്ത്രശസ്ത്ര വിദ്യ പഠിപ്പിച്ചു തന്ന ഗുരു. അവർ 2 പേരെയുമാണ് അമ്പുകൾ കൊണ്ടും ശരങ്ങൾ കൊണ്ടും നേരിടേണ്ടത്. അതിന് ശരീരക്കരുത്തോ അസ്ത്രപാഠവമോ മാത്രമായാൽ പോരാ.
അവയെ താണ്ടി നിൽക്കുന്ന, കവച്ചു നിൽക്കുന്ന, മനസ്സിലും ബുദ്ധിയിലും ഇറങ്ങിച്ചെല്ലുന്ന, അതിനേക്കാളും എത്തുന്ന ഒരു വിശേഷപ്പെട്ട അധ്യാത്മ സമ്പന്നത അതിനാവശ്യമാണ്. അതെന്തോ കാരണത്താൽ അർജുനൻ കരസ്ഥമാക്കിയിരുന്നില്ല. അത് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് അല്പം സൂത്രവും പ്രയോഗിച്ചുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. സൈന്യത്തിനെ നിരീക്ഷിച്ചതോടുകൂടി ഇരുഭാഗത്തും തൻ്റെ ഇരുപക്ഷക്കാരും സ്വജനങ്ങൾ നിൽക്കണു. താൻ ഇതുവരെ യുദ്ധം ചെയ്തതൊക്കെ പരജനങ്ങളോടും ശത്രുക്കളോടുമാണ്. ഇത് ആദ്യത്തെ യുദ്ധമാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതോ തന്നെ വളർത്തിക്കൊണ്ടുവന്ന മുത്തശ്ശനും പഠിപ്പിച്ചു തന്ന ദ്രോണനും. ഇതിലേറെ പൊല്ലാപ്പുണ്ടോപ്പ? അർജുനൻ്റെ സപ്തനാഡികളും തളർന്നു. ഗാണ്ഡീവം പിടിച്ചാൽ നിൽക്കാതെ കയ്യിൽ നിന്ന് വഴുതി വീണു. ശരീരമാസകലം വിറച്ചു, വായ വരണ്ടു. ബുദ്ധി പറയണു, ഈ യുദ്ധം ചെയ്യരുത്, മഹാപാപമാണ്, എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കളയൂ എന്നാ ബുദ്ധിയുടെ ഉപദേശം. ഇതിലേറെ കുഴക്കമുണ്ടോ? അർജുനനെ സഹായിക്കാൻ ഇനി എന്താ ഉള്ളത്? സമ്പാദിച്ചിട്ടുള്ള സർവ്വസമ്പത്തിൻ്റെയും പ്രതീകമാണ് ഗാണ്ഡീവം. അത് പോയി. ശരീരവും പോയി, മനസ്സും പോയി, ബുദ്ധിയും പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? ഒരാത്മാവുണ്ട്. അതിനെപ്പറ്റി അർജുനനെ അറിയൂല. അപ്പോൾ അർജുനൻ്റെ സ്ഥിതി എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ഉൾവ്യക്തിത്വത്തിൻ്റെ പരിപൂർണമായ തളർച്ച. ആ തളർച്ചയിൽ നിന്ന് രക്ഷിക്കാനാണ് യോഗം ഉപദേശിച്ചത്. ഭഗവത്ഗീതയുടെ ഓരോ അധ്യായത്തിലും കാണാം നിങ്ങൾക്ക് എന്ത്? ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ. ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുന്ന യോഗശാസ്ത്രമാണ് ഭഗവത്ഗീത. 18 അധ്യായങ്ങളും ഓരോന്നിനും ഓരോ യോഗത്തിൻ്റെ പേരാണ്. ആദ്യത്തതോ വിഷാദയോഗം, ദുഃഖയോഗം എന്നാണ് അതിന് പേര്. അർജുനൻ്റെ ദുഃഖമാണ് അവിടെ എല്ലാറ്റിനും കാരണമായി നിന്നത്. ദുഃഖിക്കുന്നത് യോഗത്തിൻ്റെ ഒരു ഭാഗമാണ്, യോഗാഭ്യാസത്തിന് ആവശ്യമാണ്. അവിടെ ചെന്ന് നിന്നു. എന്നിട്ട് അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശിച്ചത് മുഴുവൻ യോഗമാണെന്ന് നിങ്ങളറിയണം. ഭൂമാനന്ദസ്വാമി ആവശ്യപ്പെടുന്നു, നിർബന്ധിക്കുന്നു, അനുശാസിക്കുന്നു, അതിനുവേണ്ടി ആവേശം നൽകുന്നു. ഭഗവത്ഗീതയാണ് തികഞ്ഞ യോഗശാസ്ത്രം. അതെന്തിനുള്ളത്? ഉൾവ്യക്തിത്വത്തിനുള്ള യോഗശാസ്ത്രം. അതിൽ ആസനങ്ങളോ മുദ്രകളോ പ്രതിപാദിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരം ഒരു ഭാഗമേ ആയുള്ളൂ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ. ഉൾവ്യക്തിത്വമാണ് ജഡശരീരത്തെ പ്രേരിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ മനസ്സിനും ബുദ്ധിക്കുമുള്ള യോഗമാണ് ഭഗവത്ഗീത. ആ യോഗത്തിനെ പറ്റി കൃഷ്ണൻ തന്നെ പറയണത് എന്താ? തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധിക കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. ധാരാളം തപസ് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെയൊക്കെ വളരെ പ്രഗത്ഭരാണ്, കേമന്മാരാണ്, ശ്രേഷ്ഠന്മാരാണെന്നാണ് പറയുക. ആ തപസ്വികളെക്കാളും മികച്ചവനാണ് യോഗി. ജ്ഞാനിഭ്യോപി മതോധിക. തത്വജ്ഞാനം നല്ലപോലെ അറിയാം, പ്രസംഗിക്കാം, പ്രതിപാദിക്കാം എന്നുള്ളവരുണ്ടല്ലോ, അതിനേക്കാളും മികച്ചവനാണ് യോഗി. കർമ്മിഭ്യശ്ചാധികോ യോഗി. എല്ലാവിധത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാനുള്ള കൗശലവും സാമർഥ്യവും യോഗ്യതയും പോരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെക്കാളും മെച്ചപ്പെട്ടവനാണ് യോഗി. അതുകൊണ്ട് എൻ്റെ പൊന്നർജുന, യോഗീ ഭവ അർജുന, യോഗിയായിത്തീരൂ. എന്താണ് ഭഗവത്ഗീത പറയുന്ന യോഗം? അവിടെയാണ് കളി. എന്താണ് ഈ ഭഗവത്ഗീത പറയുന്ന യോഗം? ഭഗവത്ഗീതയ്ക്ക് ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ, സമത്വം യോഗ ഉച്യതേ. മനസ്സിലുണ്ടാവുന്ന സമത്വം, ബുദ്ധിയിലുണ്ടാവുന്ന സാമ്യദർശനം, അതാണ് യോഗം. ഈ സമത്വം എന്ന് പറയുന്ന 3 അക്ഷരം കൊണ്ട് കൃഷ്ണൻ ഈ ലോകത്തിലുള്ള എന്ത് പരിതസ്ഥിതികളെയും നേരിടാനുള്ള ഒരു ആത്മബലവും കൗശലവും പ്രദാനം ചെയ്യുകയാണ്. ഈ സമം എന്ന 2 അക്ഷരം കൊണ്ട് ഈ ലോകത്തിന് മുഴുവനും നിങ്ങൾക്ക് നേരിടാം. എങ്ങനെയാണത്? മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിദിക്ഷസ്വ ഭാരത.
1-2 ശ്ലോകങ്ങൾ പറഞ്ഞ ആത്മാവിൻ്റെ സൂചന നൽകിയതിന് ശേഷം ഉടനെ ജീവിതത്തെ മുഴുവൻ അപഗ്രഥിച്ച് പറയുകയാണ് ആര്? കൃഷ്ണൻ അർജുനനോട്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ മാത്രാസ്പർശങ്ങളാണ്. മാത്ര എന്ന് പറഞ്ഞാൽ ഈ ജീവിതം, ഈ ലോകത്തെ കാണാനും അളക്കാനും തിരിച്ചറിയാനും ഉപയോഗിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെയാണ് മാത്രകൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്. ഈ ലോകം എന്തെല്ലാമോ ആകട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 5 കൂട്ടം സാധനങ്ങളേ ഉള്ളൂ. എന്താണത്? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. വേറെ ഒന്നുമില്ല. ഈ ലോകത്തെ മുഴുവൻ വെറും 5ആക്കി ചുരുക്കിയെടുക്കുന്നതാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. നമുക്ക് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകം 10ആയി തീർന്നേനെ. ഇപ്പോൾ 5 ഉള്ളൂ എന്നതിനാൽ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 നമ്മുടെ ശരീരത്തിലും കോടാനുകോടി വസ്തുക്കൾ ലോകത്തിൽ ചുറ്റും ഉള്ള ഈ ലോകത്തിൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള സമ്പർക്കത്തിനാണ് വ്യവഹാരത്തിനാണ് ജീവിതം എന്ന് പറയുന്നത്. അവർ ലൈഫ് ഈസ് എക്സ്പീരിയൻഷ്യൽ. ഈക്വലി സോ ഇറ്റ് ഈസ് ഇൻട്രാക്ഷണൽ. ഓൾ എക്സ്പീരിയൻസസ് ആർ ഇൻട്രാക്ഷണൽ ഇൻ നേച്ചർ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവമാണത്, അനുഭവാത്മകമാണ്. ആ അനുഭവം എങ്ങനെ ഉണ്ടാവുന്നു? സമ്പർക്കത്തിൽ നിന്നുണ്ടാവുന്നു. സമ്പർക്കം ആര് തമ്മിൽ? നമ്മുടെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളും ലോകത്തിലുള്ള കോടാനുകോടി വസ്തുക്കളും. ഈ രണ്ടും തമ്മിലുള്ള സമ്പർക്കത്തെയാണ് നാം ജീവിതം എന്ന് പറയുന്നത്. ഇതെപ്പോൾ തുടങ്ങണു? കാലത്ത് ഉറക്കം വിട്ട് എണീറ്റാ തുടങ്ങി സമ്പർക്കം. ആദ്യം കാണുന്നത് ഇതാ മുകളിലുള്ള റൂഫാവും. പിന്നെ കാണുന്നത് ഒരു പക്ഷേ കട്ടിലോ നിലത്തിനെയോ ആവും. അങ്ങനെ ബാത്റൂമിലേക്ക് പോയി മൂത്രശങ്കയൊക്കെ തീർത്തു തുടങ്ങി സമ്പർക്കം. ഇതുവരെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഒരിടത്ത് കിടന്ന് നമ്മുടെ മനസ്സ് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഒരൊറ്റ മായ്ക്കലങ്ങോട്ട് മാച്ച് നമ്മളെ ഉറക്കത്തിൽ ആഴ്ത്തുന്നത് വരെ എന്നും നടക്കുന്നത് ഇതാണ്. ഈ സമ്പർക്കത്തിൽ നിന്ന് മുഴുവൻ കിട്ടുന്നത് 5 ഏതാ 5? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. 6ാമതൊരെണ്ണം ഇല്ല കൂട്ടരെ. 5 ഇന്ദ്രിയങ്ങളിൽ ഒരു ഇന്ദ്രിയം ഉണ്ടായാൽ പോലും സമ്പർക്കമുണ്ടാവും. ആ സമ്പർക്കം എങ്ങനത്തതാ? ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതം, ഉഷ്ണം എന്ന് പറയുന്നത് പരസ്പര വിരോധികളാണല്ലോ. അതേപോലെ ഒന്നിന് വ്യത്യസ്തമായി ഒന്നിന് വിരോധമായിരിക്കുന്ന സുഖം, ദുഃഖം. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇതെവിടെയാണ് ഉണ്ടാവുന്നത്? ഇന്ദ്രിയതലത്തിലല്ല, മനസ്തലത്തിലാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോളൂ, എത്ര കാറ് വേണമെങ്കിൽ നിങ്ങൾക്കുണ്ടാകട്ടെ, എത്ര കെട്ടിടങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കെട്ടിക്കൂട്ടിക്കോളൂ, പണവും എത്ര വേണമെങ്കിൽ നിക്ഷേപിച്ചോളൂ, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് സുഖം ദുഃഖം എന്ന് പറയുന്ന 2 അനുഭവം മാത്രം. അത് ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇത് ആരുണ്ടാക്കുന്നതാ? ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എവിടെ? മനസ്സിൽ. അത് സ്വാഭാവികമായി തടുക്കാൻ വയ്യാതെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ലോകത്തിന് എന്തിനു വേണ്ടി പിന്നെ പരിശ്രമിക്കണു? എല്ലാം കൂടി ഇന്ദ്രിയാനുഭവങ്ങൾ 2 ഉള്ളൂ. അത് സ്വാഭാവികമായി വരുമ്പോൾ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് ഇത് അന്യഥ ആക്കാനോ ഒന്ന് കൂട്ടാനോ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തു വേണം? ഈ 2 ലോകത്തിൽ എല്ലാവർക്കും എപ്പോഴും എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും കിട്ടാനുള്ളൂ എന്ന് മനസ്സിലാക്കി സുഖത്തിനെ നീട്ടിക്കിട്ടാനോ ദുഃഖത്തിനെ കുറച്ചെടുക്കാനോ ഒന്നിനും പരിശ്രമിക്കാതെ താൻ തിദിക്ഷസ്വ ഭാരത, അവയെ നേരിട്ട് സമീകരിച്ചെടുക്കാൻ പഠിച്ചോളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ 1,00,000 വായ കൊണ്ട് പറയുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സമ്പർക്കാത്മകമായി ജീവിതത്തിൽ നിന്ന് കിട്ടാനുള്ളത് ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഒന്നുകിൽ ദുഃഖം അല്ലെങ്കിൽ സുഖം. സുഖം പോയാൽ ദുഃഖം, ദുഃഖം പോയാൽ സുഖം. അപ്പോൾ ഈ സുഖം എവിടെ നിന്ന് ഉണ്ടാവുള്ളൂ? ദുഃഖം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്. അത് നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങടാ? ദുഃഖത്തിലേക്ക്. അപ്പോൾ 2 ദുഃഖത്തിൻ്റെ ഇടയിലാണ് ഒരു സുഖം. ആ സുഖം സുഖമാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാണ്. എന്നെ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് പാല് കുടിക്കുന്നത്.
അതുമാതിരി നിങ്ങൾ വിചാരിക്കുക എനിക്ക് ധാരാളം സുഖം ഉണ്ടാവുമെന്ന്. എങ്ങനെ ഉണ്ടാവാനാ? ദുഃഖമുണ്ടായിട്ടേ സുഖം ഉണ്ടാവുള്ളൂ. സുഖം കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ധാരാളം സുഖം ഉണ്ടാവുക? എങ്ങനെയാത് സാധ്യമല്ല. അപ്പോൾ സുഖവും ദുഃഖവും മാറി മാറി വരും. അപ്പം എന്തു വേണം? അവ മാറി മാറി വരുന്നതാണ് ശീതോഷ്ണ സുഖദുഃഖതാഹ ആഗമാപായിനോ അനിത്യാഹ. അവ വന്നു പോകുന്നതാണ്, അതിനാൽ അനിത്യമാണ്. കുറച്ച് കാലത്തേക്ക് ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക. യം ഹിനവ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ആരുടെ മനസ്സിനെയാണോ ഈ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സുഖദുഃഖങ്ങൾ ഇളക്കി മറിക്കാതെ, തകിടം മറിക്കാതെ, വേദനിപ്പിക്കാതെ, ഇടയിളക്കം വരുത്താതെ ഇരിക്കുന്നത് ആ മനുഷ്യൻ മോക്ഷത്തിന് അർഹനാണ്. ആരാണ് അർഹൻ? ഈ സുഖദുഃഖം എന്ന് വന്നു പോകുന്ന ഈ രണ്ടെണ്ണത്തിൽ രണ്ടിലും ഇളക്കം സംഭവിക്കാതെ സമബുദ്ധിയോടുകൂടിയിരിക്കുന്നവനാരോ, സമസ്വീകരണം നടത്തുന്നവനാരോ, ആ ആൾക്കാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിനെ ജയിക്കുന്നതാണ് മോക്ഷം. ഇതിൽ തളർച്ചയില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് മോക്ഷം. സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ടെണ്ണേ ഈ ലോകത്തിൽ നിന്ന് കിട്ടുള്ളൂ. മക്കളിൽ നിന്ന്, സ്വത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, വീടിൽ നിന്ന്, സ്വത്തിൽ നിന്ന്, സാമഗ്രികളിൽ നിന്ന്, സ്നേഹിതന്മാരിൽ നിന്ന്, ഇഹം പരം ലോകം എന്തായാലും അതിനൊക്കെ കിട്ടാനുള്ളത് സുഖമല്ലെങ്കിൽ ദുഃഖ. അപ്പം നമ്മുടെ പ്രയത്നമൊക്കെ നിഷ്ഫലം എന്ന് മനസ്സിലാവണം. സുഖദുഃഖങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് അതിൽ സമഭാവം വളർത്തിയെടുക്കുക. സമത്വ പരിശീലനമാണ് യോഗം. എന്തിനോട് സമത്വം? സുഖദുഃഖങ്ങളോട് സമത്വം. സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭൗ ജയാജയൗ. ലാഭാലാഭൗ ജയാജയൗ. ലാഭം അലാഭം എന്ന് പറഞ്ഞു, ഉണ്ടാക്കുന്നത് സുഖദുഃഖം. ജയം തോൽവി എന്ന് പറഞ്ഞു, അതും ഉണ്ടാക്കുന്നത് സുഖദുഃഖം. ശത്രു മിത്രം എന്ന് പറഞ്ഞു, അപ്പോഴും ഇത് തന്നെ. സുഖദുഃഖങ്ങൾക്ക് കാരണമാണ് ബാക്കി എല്ലാ ദ്വന്ദ്വങ്ങളും. ഈ ലോകം ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്. അപ്പോൾ ഈ സുഖദുഃഖങ്ങളിലുള്ള സമത്വയോഗമാണ് യോഗം. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ. സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് സിദ്ധിച്ചാലും സിദ്ധിച്ചില്ലെങ്കിലും അത് ആ കാര്യനിർവഹണത്തിനെ അനുസരിച്ചിരിക്കും സിദ്ധിയും അസിദ്ധിയും. അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. എങ്ങാനും അതിന് സിദ്ധി വന്നില്ലെങ്കിലോ രണ്ട് കാര്യത്തിലും ഒരുപോലെ സമത്വത്തോടു കൂടിയിരിക്കുന്നതാണ് യോഗം. ഈ യോഗാഭ്യാസം വളർത്തി വളർത്തി അവസാനം അതിൻ്റെ പരിസമാപ്തി എന്താ? അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സയോഗി പരമോ മതഃ. സയോഗി പരമോ മതഃ. ആ യോഗിയാണ് എൻ്റെ പൊന്നർജുന പരമശ്രേഷ്ഠൻ. പരമശ്രേഷ്ഠൻ ആരാണ് ആ യോഗി? രണ്ട് കൊമ്പുണ്ടോ? മൂന്നാമതൊരു കണ്ണുണ്ടോ? ഒന്നുമില്ല. ശരീരം അതിൻ്റെ പാട്ടിലിരിക്കണു. വ്യത്യാസം മുഴുവൻ മനസ്സിലും ബുദ്ധിയിലുമാണ്. എന്താ വ്യത്യാസം? ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന. അർജുന, നമ്മൾ പല വസ്തുക്കളെയും കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? വാസ്തവത്തിൽ കാലത്ത് സൂര്യൻ ഉദിക്കണമെന്ന് നമ്മൾ പറയുന്നു. എവിടെയായി സൂര്യൻ ഉദിക്കണത്? 145 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് സൂര്യോദയം. ആ സൂര്യോദയം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതിങ്ങനെ വന്ന് അതിൻ്റെ രശ്മികളിങ്ങനെ വരുമ്പോൾ ഏതോ ഒരു ഭാഗത്ത് വെച്ച് അതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് ആ റിഫ്രാക്റ്റഡ് സൂര്യനെ നമ്മൾ കാണുന്നത് തന്നെ. ആ കാഴ്ചയും നമ്മുടെ കണ്ണ് ശരീരത്തിൽ നിന്ന് 1 മില്ലിമീറ്റർ വേറിട്ടിട്ടാണോ? അല്ല. സൂര്യൻ്റെ കിരണങ്ങൾ കോർണിയ അതിൽ വന്ന് പതിഞ്ഞു. ഉടനെ കണ്ണ് എന്ത് ചെയ്യണു? ഇലക്ട്രിക്കൽ പൾസസ് ബുദ്ധിയിലേക്ക് പറഞ്ഞയക്കണു. എന്നിട്ട് ബുദ്ധിയാണ് കണ്ടത് എന്താണെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾക്ക് എന്താ സ്ഥാനം? വെറും ഉപകരണം, ജഡോപകരണം എന്നൊരു സ്ഥാനമേ ഉള്ളൂ. മൈക്രോസ്കോപ്പ് പോലെയോ ടെലിസ്കോപ്പ് പോലെയോ
ഒരു ഇന്ദ്രിയത്തിലും അനുഭവം ഉണ്ടാവണില്ല. അനുഭവം ഉണ്ടാവുന്നത് ഉള്ളിലാണ്. അപ്പം നമ്മൾ സൂര്യനെ എവിടെയാണ് കാണുന്നത് കൂട്ടരെ? ഒന്ന് ആലോചിച്ച് പറയൂ. ബുദ്ധിയെ പണയം വയ്ക്കരുത്. എന്ത് കാഴ്ചയും പുറത്തോ അകത്തോ എന്നാണ് സ്വാമി ചോദിക്കുന്നത്. ഒരൊറ്റ സാധനത്തിനും നമ്മൾ പുറത്ത് കാണുന്നില്ല. പുറത്തുനിന്ന് ഒരു സാധനവും നമ്മുടെ ഉള്ളിലേക്ക് കിടക്കണമില്ല. നമ്മുടെ കാഴ്ച മുഴുവൻ ഈ പുറം വസ്തുക്കളെ പടം പിടിച്ച് അതിൻ്റെ ഒരു പ്രതിച്ഛായ നമ്മുടെ മനസ്സ് ഉള്ളിലുണ്ടാക്കുകയാണ്. അങ്ങനെ ഉള്ളിലുള്ള പ്രതിച്ഛായകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു പർവ്വതത്തെ ദൂരത്ത് നോക്കി, നിങ്ങളവിടെ പോയില്ല, അത് ഇങ്ങോട്ടും വന്നില്ല, നിങ്ങൾ കാണുന്നു. എങ്ങനെ കാണുന്നു? എവിടെ കാണുന്നു? ശരീരത്തിലാണോ പർവ്വതം, അതോ മനസ്സിലാണോ പ്രതിച്ഛായ? മനസ്സിലാണ് പ്രതിച്ഛായ. അപ്പോൾ ഈ കാണുന്ന ലോകം മുഴുവനും ദർശിക്കുന്നുണ്ടെങ്കിലും ദർശനം എന്ന് പറയുന്നത് ആന്തരം മാനസമോ അതോ ബാഹ്യമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ യോഗിക്കറിയാം അത് ആന്തരമാണ്, ആത്മികമാണ്. എൻ്റെ അന്തരംഗത്തിൽ ആത്മതലത്തിലാണ് സർവ്വവസ്തുക്കളുടെയും പ്രതിച്ഛായ രൂപപ്പെടുന്നത്. ആ പ്രതിച്ഛായ രണ്ട് അനുഭവമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട്. ആ സുഖത്തിൽ സുഖം വാ യതി വാ ദുഃഖം. നിങ്ങൾ എന്തു വേണമെങ്കിൽ കണ്ടോളൂ, കേട്ടോളൂ, മണത്തറിഞ്ഞോളൂ, രുചിച്ചോളൂ, തൊട്ടറിഞ്ഞോളൂ. എന്തോ ആകട്ടെ, ആരോ ആകട്ടെ, എവിടെയോ ആകട്ടെ, എങ്ങനെയോ ആകട്ടെ, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പ്രതികരണം വെറും രണ്ട്, സുഖം ദുഃഖം. ആ രണ്ടിനെയും ഒരേപോലെ ആത്മസ്ഫുരണമായി കാണുന്നവനാരോ ആ ആളാണ് പരമയോഗി. സ യോഗി പരമോമത. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ലോകത്തിന് നമുക്ക് നൽകാനുള്ളത് വെറും രണ്ട് അനുഭവം, സുഖം ദുഃഖം. ഈ സുഖദുഃഖാനുഭവങ്ങൾ ഇന്ദ്രിയത്തിലോ ദേഹതലത്തിലോ അല്ല, അത് മനസ്തലത്തിലാണ്. മനസ്തലത്തിൽ മാറി മാറി ഉദ്ഭവിച്ച് അസ്തമിച്ചു പോകുന്ന സുഖദുഃഖങ്ങളെ ആത്മസ്ഫുരണമായി, സുഖം എങ്ങനെ ആത്മസ്ഫുരണമോ അതേപോലെ ദുഃഖവും അവിടെ തന്നെയുള്ള പ്രതിച്ഛായയാണ് എന്ന് മനസ്സിലാക്കി സമഭാവത്തോടുകൂടി ഏകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണോ ആരോ അവനാണ് പരമയോഗി. ഇതാണ് ഗീതയിലത്തെ ഏറ്റവും വിശേഷപ്പെട്ട അത്യുത്കൃഷ്ടമായിരിക്കുന്ന പ്രസ്താവന. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോമതഃ. എല്ലാറ്റിനെയും ആത്മസമാനമായി കണ്ട് സുഖമാകട്ടെ ദുഃഖമാകട്ടെ രണ്ടിലും ഒരുപോലെയുള്ള ഒരു ആത്മികത്വം കണ്ട് ആസ്വദിച്ച് ആ ഏകാത്മനിഷ്ഠയുള്ളവനാരോ ആ ആളാണ് പരമയോഗിന്ന്. ഇതാണ് മാനസയോഗം. ശാരീരയോഗത്തിനെ പറ്റി നിങ്ങളെല്ലാം അഭ്യാസം നടത്തുന്നവരാണ്, നിങ്ങൾക്കറിയാം. എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ ആസനങ്ങളും എവിടെയാണ് പ്രയോഗിക്കുന്നത്, എന്താണ് ഇതിൻ്റെ നേട്ടം എന്ന് ശാസ്ത്രീയമായി അനാറ്റമിക്കൽ ഫിസിയോളജിക്കൽ അങ്ങനെ മനസ്സിലാക്കാനുള്ള ആൾക്കാരെ കിട്ടണം. അങ്ങനെ ചെയ്യും വേണം. എന്നിട്ട് ഈ യോഗത്തിന് നല്ലപോലെ പ്രചരിപ്പിക്കൂ. നിങ്ങൾ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും മാനസയോഗികളും ആവണം. ഭഗവത്ഗീത നിങ്ങളുടെ സന്തത സഹചാരിയാവണം, കൂടെ നടക്കണം. ഇത് എനിക്ക് പ്രത്യേകിച്ച് നിർബന്ധിച്ച് പറയാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കൂ. നിങ്ങളുടെ യോഗ ചാപ്റ്റർ കൂടുതൽ വളർന്നു വന്ന് കൂടുതൽ ആൾക്കാർ അതിൽ അഭ്യാസം ചെയ്യാനായിട്ട് വന്ന് പൃച്ഛകന്മാരും അഭ്യാസികളും എല്ലാവരും ആവട്ടെ. അതിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ഞാനൊരു ശ്ലോകം പറഞ്ഞ് ഓംകാരം ജപിച്ച് നമുക്ക് നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമാപന ഓംകാരം ജപിക്കാം. അതിനുള്ള ആ മുദ്രയൊന്ന് എടുത്തോളൂ. ഇതാ ഓ ഓ
ഹരി ഓം തസ്.